ഹലോ, ഇന്നും ഒരേ ചിക്കൻ കറി കഴിച്ച് മടുത്തവരാണോ? എന്നാൽ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു നിസാമി ചിക്കൻ കറി തയ്യാറാക്കിയാലോ. നല്ല ക്രീമി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് ഇന്ന്. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഉപ്പ് പാകത്തിന്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള 2 സവാള, 2 പച്ചമുളക്, 2-3 ടേബിൾ സ്പൂൺ തൈര്, തേങ്ങ, ബദാം, കാഷ്യൂ, പട്ട, ഗ്രാമ്പു ഇതെല്ലാം കൂടെ പാലിൽ അടിച്ചെടുത്തിട്ട് നമുക്ക് ഈ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, അതുപോലെ തന്നെ പുതിനയിലയും മല്ലിച്ചെപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്ത് നമുക്ക് ഒരു 1 അവർ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി കറി തയ്യാറാക്കാനായിട്ട് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഈ സമയത്ത് വെള്ളം ഒഴിക്കേണ്ട, ചിക്കൻ എന്നുള്ള വെള്ളം എന്തായാലും ഉണ്ടാവും. ഇനി കൂടുതലായിട്ട് ഗ്രേവി വേണം എന്നുള്ള ആളുകളാണെങ്കിൽ നമുക്കൊന്ന് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്കൊരു ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാട്ടോ, അതുപോലെ തന്നെ ടേസ്റ്റും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി അവസാനം നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് കുറച്ച് മല്ലിച്ചപ്പോട് ചേർത്ത് അടച്ചു വെച്ചാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നിസാമി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പത്തിരിക്കും ചപ്പാത്തിക്കും ഭട്ടൂരയ്ക്കൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്